Hello friends, welcome back to Homemade Happiness with Disna. ഓണക്കാല സദ്യകളിലെ പ്രധാന ഭാഗവും ചെറുമധുരമുള്ളതും നമ്മുടെ വീടുകളിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതുമായ ഒരു വിഭവമാണ് കൂട്ടുകറി. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പല പച്ചക്കറികളും ധാന്യങ്ങളും വെച്ചാണ് തയ്യാറാക്കുന്നത്. ചേന, കുമ്പളങ്ങ, കടല ഇവയൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഞാനിവിടെ കായും ചേനയും കടലപ്പരിപ്പും വെച്ചാണ് തയ്യാറാക്കുന്നത്. അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് കൂട്ടുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുള്ള ഒരു 50 ഗ്രാം കടലപ്പരിപ്പ്, കട്ട് ചെയ്തെടുത്തിട്ടുള്ള 150 ഗ്രാം ചേനയും 2 നേന്ത്രക്കായും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇവ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 1.5 ഗ്ലാസോളം വെള്ളം യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു വിസിൽ വരുന്നത് നമുക്ക് വെയിറ്റ് ചെയ്തെടുക്കാം. ഈ സമയം നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 മുറി തേങ്ങ, 3 പച്ചമുളക്, 1/4 ടീസ്പൂൺ ജീരകം ഇത് നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. അതിന് 1/2 മുറി തേങ്ങ ഒരു ഫ്രൈ പാനിലിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ തേങ്ങ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ വെജിറ്റബിൾസും പരിപ്പൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളത്തോടൊപ്പം തന്നെ അത് ഒരു പാനിലേക്ക് മാറ്റാം. അതിൽ വെള്ളം വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഈ സമയം നമുക്ക് ഒരു കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കാം. ഇത് ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നല്ല മധുരം വേണം എന്നാഗ്രഹമുള്ളവർക്ക് ഇത്തിരി കൂടെ ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചെറിയൊരു പീസ് മാത്രമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കൂട്ടുകറി വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ വേവിച്ചപ്പോൾ ഉപ്പിട്ട് കൊടുത്തിരുന്നു. ഉപ്പ് കുറവാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തു. കാരണം ഇനിയും നമുക്ക് തേങ്ങ ഫ്രൈ ചെയ്തതും കൂടി ഇടാനുണ്ട്. വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തേങ്ങ ഫ്രൈ ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടിക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും ഒരു 3 വറ്റൽമുളക് കൂടെ പൊട്ടിച്ചിടാം. ഇനി നമുക്കിത് നമ്മുടെ കൂട്ടുകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയ കൂട്ടുകറി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻ്റായിട്ട് അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.